നാടിനെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 150 കടന്നു. ചാലിയാർ പുഴയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. 200-ലധികം പേരെ കാണാനില്ലെന്ന് നാട്ടുകാർ. 3069 പേർ 45 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. 143 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മുണ്ടക്കൈ രക്ഷാദൌത്യം പുനരാരംഭിച്ചു. 4 സംഘങ്ങളിലായി 150 സൈനികർ ചൂരമലയിൽ. സൈന്യത്തിന് പിന്തുണയായി സന്നദ്ധ പ്രവർത്തകരും. ബെയിലി പാലം നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ബംഗളൂരുവിൽ നിന്നെത്തിക്കും. മഴ തുടരുന്നത് വെല്ലുവിളി. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം നീണ്ടത് 52 ദിവസം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കടലിൽ പോകരുതെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നിർദ്ദേശം. മലപ്പുറം കുറ്റിപ്പുറത്ത് 6 കുടുംബങ്ങൾ അപകട ഭീഷണിയിൽ. ദേശീയപാതാ വികസനത്തിന്റെ പേരിൽ 25 അടിയോളം മണ്ണ് എടുത്തതോടെ വീടുകൾക്ക് വിള്ളൽ. ഏതു നിമിഷവും നിലം പൊത്താവുന്ന വീടുകൾ ദേശീയപാതാ അതോറിറ്റി ഏറ്റെടുക്കണമെന്ന ആവശ്യം. ആറാം ദിനത്തിലേക്ക് കടന്ന് പാരീസ് ഒളിമ്പിക്സ്. തുഴച്ചിലിൽ ഇന്ത്യൻ താരം ബൽരാജ് പൻവാറിന് ഇന്ന് സെമി ഫൈനൽ. ഗ്രൂപ്പ് ഘട്ടത്തിൽ PV സിന്ധു എസ്റ്റോണിയയെ നേരിടും. Massive tragedy, we need help from every side. So